അപ്രതീക്ഷിതമായിട്ട് വെള്ളിയാഴ്ച എൻ്റെ അളിയൻ വന്നു. അവന് വെളുപ്പിനെ കഥ തുറന്നു കൊടുക്കേണ്ടത് കൊണ്ട് 5 മണിയായപ്പോഴേ അവൻ പോകാൻ നേരത്ത് ഞാൻ കഥ തുറന്നു കൊടുത്തു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്നാൽ നേരെ ഓഫീസിൽ പോയേക്കാമെന്ന് വെച്ച് കുളിച്ച് റെഡിയായി ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഞാൻ ആലോചിച്ചു, നല്ല അന്തരീക്ഷം, വെളുപ്പിനെയല്ലേ, എന്നാൽ അല്പസമയം പുറത്തിരുന്ന് ബൈബിൾ വായിക്കാം. അങ്ങനെ ഞാൻ ഉത്തമഗീതം ആണ് അന്ന് വായിച്ചുകൊണ്ടിരുന്ന. അത് വായിച്ചു. അന്ന് അത് തീരട്ടെന്ന് വിചാരിച്ചു. അത് തീരുന്നിടം വരെ ഞാൻ അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ മൂത്ത മകന് എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, എന്നാൽ അവന് വേണ്ടി ഒരു ജവമാല ചൊല്ലിയിട്ട് പോവാം. 8 മണി വരെ എനിക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ 7 മണിക്ക് ചെന്നാൽ മതിയല്ലോ എന്ന് വെച്ച് ഞാൻ ഒരു ജവമാല ചൊല്ലി ഞാൻ വീണ്ടും പുറത്തോട്ട് ഇറങ്ങുക ഓഫീസിലേക്ക് പോകാൻ. അപ്പോൾ എനിക്കൊരു കോള് വന്നു ലാൻഡ് ഫോണിൽ. അത് നമ്മളെ പോലെ ആത്മീയ ശുശ്രൂഷ ഉള്ള 100 കിലോമീറ്റർ അകലെ. അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും ബൈബിൾ ക്ലാസ്സിന് പോകുമായിരുന്നു. ബൈബിൾ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്തു. അവിടുത്തെ ലീഡർ ഒരു സെബാസ്റ്റ്യൻ കട്ടപ്പുറം എന്നെ ഫോണിൽ വിളിച്ചതാണ്. പരിഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവരുടെ ഒരു ഫംഗ്ഷൻ ചെല്ലാൻ ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ പരിഭവം പറഞ്ഞതനുസരിച്ച് ടെലിഫോൺ അങ്ങ് നീണ്ടുപോയി. 8 ആകാൻ 5 മിനിറ്റ് ഉള്ളപ്പം എന്നാൽ ഓഫീസിൽ പോയിക്കുമെന്ന് പറഞ്ഞു. അച്ഛാ, ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ജനസാന്ദ്രമാണ് ഓഫീസ്, പോലീസുകാരെ കൊണ്ട്. അവിടെ 7:45 ടെററിസ്റ്റ് ആക്രമണമുണ്ടായി. ആ ബിൽഡിങ്ങിൽ താഴത്തെ ഓഫീസിലെ 3 പേരെ കൊന്നു, ഞങ്ങളുടെ ഓഫീസിലെ ഒരാളെ കൊന്നു. തലച്ചോറ് ചെതറിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവരും കരുതി അത് ഞാനാണെന്ന്. കാരണം ഞാൻ മാത്രമേ ഓഫീസിൽ നേരത്തെ ചെല്ലാറുള്ളൂ. അപ്പോൾ ദൈവം, ഞാൻ 5:30 മുതൽ ഓഫീസിൽ പോകാൻ ശ്രമിച്ച എന്നെ ദൈവം 7:55 വരെ സ്റ്റോപ്പ് ചെയ്തു. അത് ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അതെൻ്റെ ജീവിതത്തിലെ ഒരനുഭവം.